എന്തിനും ഏതിനും ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ഇത്തരം ആപ്പുകളുടെ ബലത്തിൽ കയ്യിൽ ₹1 പോലും എടുക്കാനില്ലാതെ പുറത്തിറങ്ങുന്നവരുമുണ്ട്. ആപ്പുകൾ പണിമുടക്കി ഇവർക്ക് പണി കൊടുക്കാറുമുണ്ട്. നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ, ബാങ്കിലെ ഇടപാട് പ്രശ്നങ്ങൾ എന്നിവയാണ് ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ. എന്നാൽ ഇവയിലൊന്നുമല്ലാതെ പുതിയ പ്രശ്നങ്ങളിൽ ഇരകളാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട്. UPI പേയ്മെന്റ് ആപ്പുകളിലൂടെ സ്ത്രീകൾ ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകുന്നുവെന്നും ലൈംഗിക താൽപര്യങ്ങളോടെ സ്ത്രീകളെ സമീപിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. UPI ആപ്പുകളിലൂടെ പണമിടപാട് നടത്തുമ്പോൾ അപരിചിതരായ ആളുകൾക്കും ഫോൺ നമ്പർ ലഭിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇത്തരം പേയ്മെന്റുകളിലൂടെ സ്ത്രീകളുടെ നമ്പർ ലഭിക്കുമ്പോൾ ചിലർ ഇത് ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പരാതികൾ ഉയരുന്നത്. ഊബർ, ഒല തുടങ്ങിയ ആപ്പുകളിലൂടെ യാത്ര ബുക്ക് ചെയ്യുമ്പോഴും യാത്ര ചെയ്ത് കഴിയുമ്പോഴും പലരും ശല്യം ചെയ്യുന്നുവെന്നും പരാതികളുണ്ട്. സ്ത്രീകളാണ് കൂടുതലായും ഇത്തരം അതിക്രമങ്ങൾ നേരിടുന്നത്. യാത്രയ്ക്ക് ശേഷം മിക്കവരും UPI പേയ്മെന്റുകളാകും നടത്തുക. ഇങ്ങനെ ലഭിക്കുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചും മെസ്സേജ് അയച്ചുമാണ് ശല്യം ചെയ്യുന്നത്. ഇന്ത്യയിൽ UPI പണമിടപാടുകൾ ദിനംപ്രതി വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചെറുപ്പക്കാരാണ് കൂടുതലും ഉപഭോക്താക്കൾ. ഓരോ മണിക്കൂറിലും 1.25 കോടിയോളം UPI പണമിടപാടാണ് നടക്കുന്നതെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 50% വർധനയാണ് ഈ മേഖലയിലുണ്ടായത്. UPI ഇടപാടുകളുടെ മറവിൽ ഓൺലൈൻ തട്ടിപ്പുകളും വ്യാപകമാകുന്നുണ്ട്. 2024 മാർച്ച് അവസാനത്തോടെ ഡിജിറ്റൽ പണമിടപാടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് 5 ഇരട്ടിയിലധികം വർദ്ധിച്ച് പ്രതിവർഷം 14.57 ദശലക്ഷമായി എത്തിയതായി RBI പറയുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ UPI പണമിടപാടിൽ 137% വർധനവാണ് ഉണ്ടായത്. ഇത് ഫിഷിംഗ്, വ്യാജ ഡിജിറ്റൽ ലോൺ ആപ്ലിക്കേഷനുകൾ, സെക്സ്റ്റാർഷൻ തുടങ്ങിയ തട്ടിപ്പുകൾക്ക് ഉപയോക്താക്കളെ ഇരയാക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്തുമ്പോൾ ഒരാളുടെ ഫോൺ നമ്പർ പങ്കുവയ്ക്കാതിരിക്കുകയാണ് ഇതിനുള്ള പോംവഴി. അപരിചിതരായവർക്ക് പണമിടപാട് നടത്തുമ്പോൾ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകളോ പണമായോ നൽകുക മാത്രമാണ് ഏക പോംവഴി. ശല്യം അധികമാവുകയാണെങ്കിൽ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്യാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.